സ്പൈഡർമാനും ബ്യൂട്ടൈനും തമ്മിൽ പെറ്റ് സ്റ്റോറിൽ വെച്ച് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിനിടയിൽ സ്പൈഡർമാൻ ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിക്കുന്നു. അതായത് താൻ ഉണ്ടാക്കുന്ന അടുത്ത സ്പൈഡർമാൻ സ്യൂട്ട് എന്തായാലും ഫയർ പ്രൂഫ് ആക്കണമെന്ന്. ബ്യൂട്ടൈൻ തന്റെ വെപ്പൺസ് ഒക്കെ റീലോഡ് ചെയ്ത് സ്പൈഡർമാനെ കൊല്ലാനായിട്ട് തയ്യാറാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പൈഡർമാൻ തന്റെ വെബ്സ് ഷൂട്ട് ചെയ്ത് ഒരു പടുകൂറ്റൻ അക്വേറിയം ബ്യൂട്ടൈന്റെ തലയിലേക്ക് മറിച്ചിട്ട് അവനെ ബോധരഹിതനാക്കുന്നു. ഇന്റേൺഷിപ്പ് തുടങ്ങിയിട്ടും പീറ്റർ പാർക്കറിനെ കാണാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ കാർല കോണേഴ്സ് പീറ്റർ പാർക്കറിന് മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ടതും പീറ്റർ പാർക്കർ വളരെ വേഗത്തിൽ ഓസ്കോർപ്പിലേക്ക് എത്തി. ഓസ്കോർപ്പിലേക്ക് എത്തിയ പീറ്റർ പാർക്കറിനെ ഡോക്ടർ ബെൻലി വിറ്റ്മാൻ ശകാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓസ്കോർപ്പിലെ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നിട്ട് മിസ്റ്റർ നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനെ നേരിട്ട് കാണണമെന്ന് പറയുന്നു. നോർമൻ ഓസ്ബോണിന്റെ ഓഫീസിലേക്ക് എത്തിയ പീറ്റർ പാർക്കർ താൻ ഇന്റേൺഷിപ്പിനിടയ്ക്ക് പുറത്തേക്ക് പോയതിന് തന്നെ ഓസ്കോർപ്പിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ച് നോർമൻ ഓസ്ബോണോട് അവൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ നോർമൻ ഓസ്ബോൺ ഒന്നും മിണ്ടാതെ തന്റെ മോണിറ്റർ തിരിച്ച് ഓസ്കോർപ്പിലെ CCTV ഫൂട്ടേജ് കാണിക്കുമ്പോൾ പീറ്റർ പാർക്കർ അത് കണ്ട് ഞെട്ടിപ്പോകുന്നു. ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്ക് സ്പൈഡർമാന്റെ സ്യൂട്ട് ഒക്കെ ഇട്ട് പീറ്റർ പാർക്കർ തീപിടുത്തം നടന്ന ബിൽഡിംഗിലേക്ക് പോകുന്ന ദൃശ്യമെല്ലാം ആ CCTV ഫൂട്ടേജിൽ പതിഞ്ഞിരിക്കുന്നു. അതെ, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് നോർമൻ ഓസ്ബോൺ അറിഞ്ഞിരിക്കുന്നു.